അപ്പോൾ ഒരു റാങ്കിൽ തന്നെ 11 വർഷം തുടരുന്നതായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ആ സമയത്ത്. പിന്നീട് അതിനുശേഷം റൂൾസ് മാറി അതിനുശേഷം 3-4 വർഷം കൊണ്ട് അതേ റാങ്കിലേക്കൊക്കെ ആളുകൾ കയറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ റാങ്ക് സ്ട്രക്ചർ അവിടെയുണ്ട്. പക്ഷേ അതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ചില ആളുകൾ ആർമിയിലാണെങ്കിൽ പോലും അവർക്ക് കുറച്ച് സർവീസ് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി, ഭാര്യയോടും കുട്ടിയോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം കഴിഞ്ഞാൽ മതി എന്നുള്ള വിചാരത്തോടു കൂടി 17-15 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകാം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് തിരിച്ചു പോകണമെങ്കിൽ അപ്രൂവൽ കിട്ടണം അല്ലേ? അപ്പോൾ അപ്രൂവൽ കിട്ടണമെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഓഫീസറെ അടുത്ത് ചെന്ന് കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവരെ സത്യം പറഞ്ഞാൽ നല്ല ചീത്ത പറയും. ആദ്യം തന്നെ പറ്റുമെങ്കിൽ 2 പൊട്ടിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും പോയി പണിയെടുക്കാൻ പറയും, ഓടിക്കും അവിടെ നിന്ന്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ചീത്തയും കേട്ട് തല്ലും കൊണ്ട ആളുകൾ ആ റിട്ടയർ ആയ സമയത്ത് ഈ ഇതിന്റെ മാക്സിമം എല്ലാ റാങ്കുകളും കയറി മാക്സിമം വരുമാനം വാങ്ങിയിട്ടാണ് അവർ റിട്ടയർ ആയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ശരി, ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ വിക്രമൻ സാറിനെ ആ ഒരു സ്ഥാനത്താണ് ഞാൻ കണ്ടത്. എന്നോട് ഒറ്റ വാക്കേ സാറ് പറഞ്ഞുള്ളൂ, സാർ എന്തായാലും തിങ്കളാഴ്ച സാർ അവിടെ STC ആയിട്ട് വരും എന്നേ പറഞ്ഞോളൂ. പിന്നെ എങ്ങനെയായിരുന്നു എനിക്കറിയാമല്ല. എന്തായാലും ശരി, STC ആയി ഞാൻ നിങ്ങളുടെ മുന്നിലാണ്. വളരെയധികം സന്തോഷം. വിക്രമൻ സാർ, അതേപോലെ തന്നെ ജയകുമാർ സാർ. തീർച്ചയായിട്ടും എനിക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാം എല്ലാത്തിനും ഉണ്ടാകുന്ന പോലെ പലവിധ പ്രശ്നങ്ങൾ, ഒരുപാടധികം പ്രശ്നങ്ങൾ, അതെല്ലാം തരണം ചെയ്ത് തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് റൺ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ന് മുതൽ നമ്മുടെ വിക്രമൻ സാർ, ജയകുമാർ സാർ നമ്മുടെ ടോട്ടൽ ആ ഒരു ടീമിനെ ഏറ്റെടുത്തോ അന്ന് മുതലാണ് ഇതിൽ ശരിക്കും, അത് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയധികം വ്യത്യാസം ശരിക്കും നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് വളരെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ ജയകുമാർ സാറിനോടും വിക്രമൻ സാറിനോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ബിജു മാത്യു സാർ, പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും, എൻ്റെ ഓരോ ചോടും, ഓരോ നിമിഷത്തിലും, ഓരോ മീറ്റിംഗ് സെൻറ്ററിൽ ഒരുപക്ഷെ നമുക്കറിയാം എല്ലാ സമയത്തും നമ്മുടെ ബിസിനസ് ഒരേപോലെ പോകണമെന്നില്ല. ചില സമയത്ത് കുറഞ്ഞു വരാം, ചിലപ്പോൾ കൂടാം, അല്ലെങ്കിൽ നമുക്ക് ചില സങ്കടങ്ങൾ വരും, പറയുന്ന ആളുകൾ വരില്ല അല്ലേ? അപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. നമ്മൾ വിളിച്ച ആളുകൾ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചില്ലെങ്കിൽ, ഇതൊക്കെ നമുക്ക് പ്രയാസങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളും. അതേപോലെ നമുക്കൊരു ലീഡർഷിപ്പിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പുതിയ ആളുകളെ റാങ്കുകൾ അടുപ്പിച്ച് അവിടെ എത്തിക്കാൻ പറ്റിയില്ലെങ്കിലൊക്കെ നമുക്ക് പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ വരുന്നതാണ് അല്ലേ? അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും മനസ്സ് തിരിച്ചറിഞ്ഞ് അതേ സമയത്ത് വന്ന് സാറേ വിഷമിക്കണ്ട കേട്ടോ, ഇതൊക്കെ ഇങ്ങനെയായി പോകുള്ളൂ, ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി, സാർ നന്നായിട്ട് പ്രവർത്തിക്കുക, നന്നായി വരും എല്ലാ സമയത്തും. കാരണം നമ്മൾ ഒരാളുടെ ഒരു സാധനം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് നമ്മളിലേക്ക് എത്തിച്ചു തരാൻ ബിജു മാത്യു സാർ കാണിച്ച ആ ഒരു വ്യഗ്രത, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ ബിജു മാത്യു സാറിനും. അതുപോലെ തന്നെ നമ്മുടെ സിജിഒ സാറ്, അതേപോലെ തന്നെ നമ്മുടെ അനിൽ മാഷ WTC ലീഡേഴ്സാണ്. എന്നെ അറിയുമെന്ന് പോലും കണ്ടല്ല. എന്ത് തന്നെയാണെങ്കിൽ ശരി, ഏത് മീഡിയ സെൻ്ററാണ് സാറേ എന്ന് പറഞ്ഞ് ഒരുപാട് മീഡിയ സെൻ്റർ എന്നെ നേരിട്ട് വന്ന് കണ്ട് അഭിനന്ദനം അർപ്പിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇത്രയും വലിയ ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക, നമുക്ക് ഒരു പ്രശംസ നേടാൻ പറ്റുന്നതെന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. എന്തായാലും എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ സമയം അതിക്രമിച്ചു, എല്ലാവരും പോകാനുള്ള തിരക്കിലായതുകൊണ്ട് തന്നെ കൂടുതൽ പറയുന്നില്ല. എല്ലാവർക്കും എന്നെ ഈ ഒരു STC എന്ന റാങ്കിലേക്ക് എത്തിക്കാൻ എൻ്റെ പ്രത്യേകിച്ചും എൻ്റെ അസോസിയേറ്റ്സ്, അവർ ഓരോരുത്തരോടും പേരെടുത്ത് പറയുന്നില്ല, അവരോരോരുത്തരും അവരുടെ എന്താ പറയുക മാക്സിമം ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ഈ റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും, എൻ്റെ ലീഡേഴ്സിനോടും അസോസിയേഷനോടും, അതുപോലെ തന്നെ ഈ ബിസിനസ്സിൻ്റെ തുടക്ക സമയം മുതൽ ഈ സമയം വരെ എന്നോട് ഓരോ ഉൽപ്പന്നങ്ങളാണെങ്കിൽ പോലും അവിടെ വാങ്ങിക്കുകയും അതുപോലെ തന്നെ എൻ്റെ കസ്റ്റമറായിട്ടുള്ള ഇതുവരേക്കും കസ്റ്റമറായിട്ടുള്ള ആളുകൾക്കും, അതേപോലെ തന്നെ ഇപ്പോൾ കസ്റ്റമറായിട്ട് തുടരുന്ന ആളുകൾക്കും, അതേപോലെ തന്നെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും, എല്ലാ ലീഡേഴ്സിനും ഒറ്റ വാക്കിൽ, അതുപോലെ തന്നെ ഇതിനൊക്കെ ഉപരിയായി ജഗദീശ്വരനും നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു. താങ്ക് യു.